PMC ഫാസിസ്റ്റ് അജണ്ടയാണെന്ന് CPI മുഖപത്രം ജനയുഗത്തിൽ വിമർശനം. PMCയുടെ ലക്ഷ്യം RSS പ്രത്യയശാസ്ത്രത്തിനനുസരിച്ച് പുതുതലമുറയെ വാർത്തെടുക്കലാണ്. മതാധിഷ്ഠിതമായ സമൂഹ സൃഷ്ടിക്ക് വിത്തുപാകലാണ് പദ്ധതിയുടെ ലക്ഷ്യം. ചർച്ചകളിലൂടെയും സമവായത്തിന്റെയും എല്ലാ സാധ്യതകളും പദ്ധതിയിൽ ഒപ്പുവെച്ചതിലൂടെ അട്ടിമറിക്കപ്പെട്ടുവെന്നും വിമർശനം. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷിജോ, കഴിഞ്ഞ ദിവസം ഈ യോഗത്തിന് ശേഷമുള്ള സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം തന്നെ അതിരൂക്ഷമായ ഭാഷയിലായിരുന്നു. ഇപ്പോൾ ജനയുഗത്തിന്റെ മുഖപ്രസംഗത്തിലും അതേ രീതിയിൽ തന്നെയാണോ വിമർശനം? അമൃത സൈഫോ, ഈ പറയുന്ന PMC പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചതോടുകൂടി വലിയ തരത്തിലുള്ള വിമർശനമാണ് CPI ഉന്നയിക്കുന്നത്. ഇപ്പോൾ അമൃത സൂചിപ്പിച്ചതുപോലെ മുമ്പെങ്ങുമില്ലാത്ത വിധം വലിയ തരത്തിലുള്ള വിമർശനം ഇന്നലെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നടിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് CPIയുടെ മുഖപത്രമായ ജനയുഗം കൂടി അങ്ങേയറ്റം രൂക്ഷമായ ഭാഷയിൽ സംസ്ഥാന സർക്കാരിനെയും പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പിനെയും മന്ത്രി V ശിവൻകുട്ടിയെയും കൂടി കൂടുതൽ രൂക്ഷമായിട്ട് ആക്രമിക്കുന്ന രീതിയിലുള്ള ഒരു എഡിറ്റോറിയൽ ലേഖനം എഴുതിയിട്ടുള്ളത്. അതിനകത്ത് പറയുന്നത് ഫാസിസ്റ്റ് അജണ്ടയ്ക്ക് വഴങ്ങിക്കൂടാ. പ്രത്യേകിച്ച് PMC പദ്ധതിയിൽ ഒപ്പുവെച്ചതോടുകൂടി അത് ഒരു ഫാസിസ്റ്റ് അജണ്ടയ്ക്ക് വഴങ്ങുന്ന ഒരു നിലപാട് സ്വീകരിക്കലായിട്ട് അതിനെ വ്യാഖ്യാനിക്കപ്പെടേണ്ടി വരും, അല്ലെങ്കിൽ അങ്ങനെ അത് മാറും. അതിന് വഴിവെച്ചുകൂടാ എന്നുള്ള കാര്യമാണ് ജനയുഗം എഡിറ്റോറിയൽ പറയുന്നത്. 2 തവണ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വന്നിട്ടും എതിർപ്പ് മൂലം മാറ്റിവെച്ചു. പിന്നീട് ഒരു ചർച്ച പോലും ഇല്ലാതെ എന്തിനാണ് ഒറ്റ രാത്രി കൊണ്ട് ഇതിനകത്തൊരു തീരുമാനമെടുത്തത്? PMC പദ്ധതി എന്ന് പറയുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിലൂടെ ഒരു മതാധിഷ്ഠിത വിദ്യാഭ്യാസ അല്ലെങ്കിൽ ഒരു മതാധിഷ്ഠിതമായിട്ടുള്ള ആശയം വിദ്യാർത്ഥികൾക്കിടയിൽ ഇഞ്ചക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് CPI മുഖപത്രം പറഞ്ഞു വെക്കുന്നത്.